രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യ സംവിധാനം ചെയ്ത ദുരന്തർ എന്ന ആക്ഷൻ ത്രില്ലറിന്റെ രണ്ടാം ഭാഗം റിലീസിന് ഒരുങ്ങുമ്പോൾ ഞെട്ടിക്കുന്നത് ടിക്കറ്റ് നിരക്കുകളാണ്. രണ്ടാം ഭാഗത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇതിനകം റെക്കോർഡുകൾ ഭേദിച്ചു. ആദിത്യ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം ദുരന്തർ ദി റിവെഞ്ച് മാർച്ച് 19-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. ചിത്രത്തിന്റെ ട്രെയിലർ രൺവീർ സിംഗ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തിറക്കിയിരുന്നു. ട്രെയിലർ ലോഞ്ചിന് പിന്നാലെ ഇന്ത്യയിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മാർച്ച് 19-ന് ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിലാണ് ചിത്രം പുറത്തിറങ്ങുക. ഏകദേശം 4 മണിക്കൂറോളം സിനിമയുടെ ദൈർഘ്യം വരുന്നതിനാൽ തിയേറ്ററുകളിൽ ഒരു ദിവസം പ്രദർശിപ്പിക്കാവുന്ന ഷോകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. ഇത് പരിഹരിക്കാൻ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ പ്ലസ് എന്ന പേരിൽ പ്രീമിയം ടിക്കറ്റ് നിരക്കുകൾ ഏർപ്പെടുത്താനും തിയേറ്റർ ശൃംഖലകൾ ആലോചിക്കുന്നുണ്ട്. സാധാരണ ടിക്കറ്റ് നിരക്കുകളേക്കാൾ 10% മുതൽ 25% വരെ അധിക തുക നൽകേണ്ടി വരും. സിനിമയുടെ ദൈർഘ്യം 3 മണിക്കൂർ 30 മിനിറ്റായി കുറയ്ക്കാൻ എഡിറ്റിംഗ് ടേബിളിൽ ശ്രമങ്ങൾ നടക്കുന്നതായും സൂചനയുണ്ട്. അതേസമയം അഡ്വാൻസ് ബുക്കിംഗ് ഇതിനകം റെക്കോർഡുകൾ ഭേദിക്കുകയാണ്. മെട്രോ നഗരങ്ങളിലെ ടിക്കറ്റ് വില ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബംഗളൂരു, മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ സീറ്റുകൾക്ക് 2300 മുതൽ 3100 രൂപ വരെയാണ് പൈസ ഈടാക്കുന്നത്. യാഷ് നായകനായി എത്തുന്ന ടോക്സിക് ജൂൺ 4-ലേക്ക് മാറ്റിയതോടെ നിലവിൽ ദുരന്തറിന് ബോക്സ് ഓഫീസിൽ വലിയ വെല്ലുവിളികളില്ല. എങ്കിലും മാർച്ച് 20-ന് റിലീസ് ചെയ്യുന്ന റയാൻ ഗോസ്ലിംഗിന്റെ ഹോളിവുഡ് ചിത്രം പ്രോജക്ട് ഹെയിൽ മേരി രൺവീർ ചിത്രത്തിന് വെല്ലുവിളിയായേക്കാം. രൺവീർ സിംഗിന് പുറമെ സാറ അർജുൻ, സഞ്ജയ് ദത്ത്, ആർ മാധവൻ, അർജുൻ രാംപാൽ എന്നിവരും ദുരന്തറിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ആദിത്യ സംവിധാനം ചെയ്ത ദുരന്തറിന്റെ ആദ്യ ഭാഗം ഡിസംബർ 5-നാണ് തിയേറ്ററുകളിലെത്തിയത്. പാകിസ്ഥാനിലെ ഓപ്പറേഷൻ ലിയാരിയും ഇന്ത്യൻ ഇന്റലിജൻസിന്റെ പങ്കാളിത്തവും സംബന്ധിച്ച സംഭവങ്ങളെയാണ് സിനിമയ്ക്ക് പ്രചോദനമായത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.